പോണോന്ന് സൂക്ഷിച്ചു പോണോന്ന് സൂക്ഷിച്ചു പോണോന്ന് അവനവിടെ കാണുക. എത്ര മണിയായി? 7 7:20 താക്കോല് വേണ്ട തുറന്നു തരാം. പോന്നു എന്നാ ഇപ്പം നമ്മുടെ റീലിനകത്തോട്ട് എപ്പോഴും വരുന്നത് ശ്രീനിവാസൻ ഭയങ്കര പുകവലിയായിരുന്നു. അതിന് നമ്മളെന്തോടെ നമ്മുടെ ഈ മരിച്ചുപോയ ശ്രീനിവാസൻ ഉണ്ടല്ലോ, ഭയങ്കര സിഗരറ്റ് വലിയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മളെന്തോ സിഗരറ്റ് വലിക്കുമോ? ഈ ഏതാണ്ടല്ലോ നമ്മുടെ ഇതിനകത്തോട്ട് ഇങ്ങനെ അടിച്ചു വിടുക ഈ പുകയുടെ ഏതാണ്ടെല്ലാം വിഷവാതകം അടിച്ചു വിടുന്ന ഇതുപോലെ. അത് പറയുന്നത് നമ്മൾ വരണ്ട് പുക വലിക്കുന്നു ഇവിടെ. പിന്നെ പുക വലിക്കുന്നവരൊക്കെ എത്രയോ പേരിങ്ങനെ പുക വലിക്കുന്നു അല്ലയോമ്മേ. അവരെല്ലാം അങ്ങ് ഇതാവുക. കുറേ ഉണ്ട് ഇങ്ങനെ കുറേ രോഗമായിട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇന്ന് പിന്നെ വരുന്ന 11 വയസ്സുള്ള ഏതോ ഒരുത്തിയുടെയും ഒരു കൊച്ചു മരിച്ചപ്പോഴത്തേനും അവരുടെ വീട്ടിലിരുന്ന പ്രതിമയെല്ലാം എടുത്ത് കളഞ്ഞു പോലും. ദൈവങ്ങളുടെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഇനി എൻ്റെ കൊച്ചിനെ തൊട്ട് കളിക്കാനുള്ള പണികളാണ്. ഇനി എൻ്റെ കൊച്ചിനെ റെഡിയാക്കാനുള്ള പണികളാണ്. എന്നെ റെഡിയാക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. എൻ്റെ കൊച്ചിനെ തൊട്ട് കളിക്കാനുള്ള പണിയാണ് ഇനിയും. എൻ്റെ കൊച്ചിനെ ഇനി എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ളതാണ്. സ്വത്ത് തട്ടിയെടുക്കാൻ അങ്ങനെ പല ഇതാ ജീവിതത്തിൽ നടക്കത്തില്ല. ഒരവനും വിചാരിച്ച് ചെയ്ത് നടക്കും. അവളുടെയും എന്നെക്കാട്ടി ബെസ്റ്റാന്നാണ് പറയുന്നത് ആൾക്കാർ ജാതകം. കേട്ടോമേ, എൻ്റെ ജാതകത്തിനെക്കാട്ടി ബെസ്റ്റ് ജാതകമാണ് ഈ എന്തുവാ നമ്മുടെ വളഞ്ഞ നടക്കാവിൽ ഒരുത്തി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങളെക്കാളും നിങ്ങളെപ്പോലെ അല്ലെന്ന് പറഞ്ഞു. അവളുടെ കള്ളുകൂടിയൊന്നും ഞങ്ങളങ്ങനെയല്ല വളർന്നത്. ഞങ്ങൾ തന്തയെ ഞങ്ങളെ വളർത്തിയത്. തന്തയിലായി ഉണ്ടെങ്കിൽ വെച്ചേക്കാൻ പറയാം. പതിയെ പോണം കേട്ടാമേ. സൈഡിൽ കൂടെ ഞാൻ സൈഡിൽ കൂടെ എന്തെങ്കിലും പോകുന്നു. ഇന്ന് 24 പിന്നെ ക്രിസ്മസ് ലീവ് അല്ലയോ? ഇന്ന് ബുധനാണോ? ആയിരിക്കും. തിങ്കളും ചൊവ്വായും പരീക്ഷ ഉണ്ടായിരുന്നു. അല്ല ഇന്നലെ ഉണ്ടായിരുന്നു. ബസ്സൊക്കെ പോയല്ലോ. ഇന്നലെ 23 അല്ലായിരുന്നോ? മുണ്ടിൻ്റെ അതേൻ്റെ താഴെ കിടന്ന് വലിയുന്നമ്മേ. അതേൻ്റെ ഇപ്പുറത്തേത് അത് പോമേ പതിയെ പോ. SNDP ബിൽഡിംഗ് ഒക്കെ ഇവിടാണ്, കണ്ടടമൊന്നുമല്ല. ഞങ്ങളിവിടെയാണുള്ളത്. എൻ്റെ അമ്മ ഇവിടുത്തെ ഒരു അർബാന എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ പോരാ. ഭദ്രൻ കൊണ്ടുപോയിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ല. ശ്രീദായസ് പണിക്കറിനും സദാനന്ദ മന്ദിരത്തിലെ അവന്മാർക്കും ഒക്കെ കൂടെ സ്വത്ത് വേണം എന്നൊക്കെയുള്ള ഇതാണ്. എൻ്റെ ഈശ്വരനാണ് ഈശ്വരൻ. നിന്നെയൊന്നും വെറുതെ വിടത്തില്ല. നിനക്കൊന്നും ഇതാക്കാനുള്ളതല്ല എൻ്റെ സ്വത്ത് ചൊറിയാൻ. സക്സഷനിൽ കൂടെ പോകുന്ന സ്വത്താണ്. കണ്ടവനൊന്നും കൊടുക്കാനൊന്നും ഉള്ളതല്ല ഇത്. കണ്ടത്തെ മാടിക്കൊന്നും തറ CPM കാരനുണ്ടൊരു. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ അമ്മ പോയത്. ഇവിടുന്ന് എൻ്റെ അമ്മയാണ് പോയത്, മനസ്സിലായോ?
പിന്നെ പല പല കഥകൾ എന്തെല്ലാം നട്ടാക്കിടിക്കാത്ത കഥകളങ്ങ് ഉണ്ടാക്കുക. കുറേ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ടിരിക്കുക നാണോമാനമില്ലാത്തവന്മാർ. എഡിറ്റിങ് ഇവിടെ ഒന്നും വേറെ ആരുമില്ല, എൻ്റെ അമ്മയാണ്. ഇനിയിപ്പോൾ എൻ്റെ അമ്മ വരുമ്പം വേണമെങ്കിൽ ഇന്നലെ കറണ്ട് പോയി, ഇങ്ങനെ ഇനി എൻ്റെ അമ്മ കയറി വരുമ്പം കറണ്ടൊക്കെ നമുക്ക് ഇന്ന് നോക്കാം, പവർ അങ്ങ് പോവും. ഇതൊക്കെയാണ് പരിപാടികൾ. നമുക്ക് നോക്കണം ഇനി ഇന്നെങ്ങനെയാണെന്നുള്ളത്.